പഴം പോള ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പഴമാണ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഴം എടുക്കുമ്പോൾ എപ്പോഴും നല്ല പഴുത്തതും അതേപോലെ അത്യാവശ്യം നല്ല മധുരമൊക്കെയുള്ള നല്ല പഴം തന്നെ എടുക്കാം കേട്ടോ. കാരണം നമ്മൾ ഈ പോള ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പഴത്തിന് നല്ല ടേസ്റ്റ് ഇല്ലെങ്കിൽ പോള അത്രയ്ക്ക് അങ്ങോട്ട് ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല പഴം തന്നെ എടുക്കാം. ഇതേപോലെ ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഞാനിവിടെ വളരെ ചെറിയ പോളയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പഴം മതിയാവും. ഇനി ഇവിടെ ഒരു നോൺ സ്റ്റിക്ക് പാന് ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യോ ഓയിലോ എന്തായാലും മതി, രണ്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ RKGയുടെ നെയ്യാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വറുത്തിട്ട് എടുക്കാം. അണ്ടിപ്പരിപ്പ് കുറച്ചൊന്ന് വറുത്ത് വന്നിട്ട് വേണം നമുക്ക് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാനായിട്ട്. കാരണം അല്ലെങ്കിൽ രണ്ടും കൂടി ഒന്നിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉണക്കമുന്തിരി പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഞാനിവിടെ ഇനി ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ രണ്ടിനും അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. നമുക്ക് ഓരോരുത്തർക്കും അതിற்கு വേണ്ടത്ര എടുക്കാം. കുറച്ച് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, കുറവ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെയൊക്കെ എടുക്കാം. അപ്പോൾ ഇതിവിടെ അത്യാവശ്യം നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഞാനിത് കോരി മാറ്റാണ്. ഇനി നമുക്ക് ഈ ഓയിലിൽ തന്നെ അല്ലെങ്കിൽ ഈ നെയ്യിൽ തന്നെ നമുക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരുന്ന പഴം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ പോളയിൽ നമ്മൾ പഴം ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുക. എങ്കിൽ അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇത് ഒടിഞ്ഞു പോകരുത്, ഒടിയാതെ വേണം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ടൊരു വൃത്തികേടായിരിക്കും. പഴമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ കുറച്ച് ഭംഗിയൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഒടിഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിവിടെ ഇപ്പോൾ അത്യാവശ്യം കളറൊക്കെ മാറിയിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. നല്ല പഴുത്ത പഴമാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് വഴന്ന് വന്നിട്ട് നമുക്ക് നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ട് ഇനി 2 കോഴിമുട്ട എടുത്തിട്ട് ഇതേപോലെ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് മിക്സിയിൽ അടിച്ചെടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. നമുക്ക് സാധാരണ ഒരു ബൗളിൽ വെച്ചിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് നന്നായിട്ട് അടിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഇട്ട് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഒരു പഴം വെച്ചുണ്ടാക്കുമ്പോൾ 2 കോഴിമുട്ട മതിയാവും. ഇതിലേക്ക് ഒരു 3.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു കറക്റ്റ് പാകത്തിലുള്ള മധുരത്തിന് ഒരു 3.5 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതലൊന്നും വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറയ്ക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ 3.5 ടേബിൾ സ്പൂൺ അതിന് കറക്റ്റ് പാകമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. നമ്മൾ എന്ത് പോള ഉണ്ടാക്കുമ്പോഴും മിക്കവാറും മധുരമൊക്കെ ഉള്ളതാണെങ്കിൽ ഏലക്കാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതേപോലെ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് പഞ്ചസാര ഒന്ന് മുന്തിയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടും ഒന്ന് ബാലൻസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി നമുക്കിതൊന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സായിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടുത്തെ നിഡോ പാൽപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് പച്ചവെള്ളത്തിൽ തന്നെ നന്നായിട്ട് കലങ്ങും. അപ്പോൾ ഞാൻ അതേപോലെ തന്നെ പച്ചവെള്ളത്തിൽ കലക്കിയിട്ട് തന്നെയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് സാധാരണ പാൽപ്പൊടി ചിലപ്പോൾ കലങ്ങാത്തതൊക്കെ ആണെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് അതിലൊന്ന് കലക്കിയെടുക്കാം. അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുത്താലും മതി. നമ്മളിങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു കളറും അതേപോലെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കേക്കും കുറച്ചുകൂടി നല്ല ടേസ്റ്റിലൊക്കെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഒഴിച്ച് കൊടുക്കുന്നത്. തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. ഇതിന് ഒഴിച്ച് കൊടുത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ പോളയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന പഴം ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ വളരെ ചെറിയ പോളയാണ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വച്ചിരുന്ന പഴം ഇട്ട് കൊടുക്കാം. ഇത് ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വളരെ സിമ്പിളാണ് കേട്ടോ നമുക്ക് ഈ പോള ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും മധുരത്തിന് എന്തെങ്കിലുമൊക്കെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പോളയാണിത്. ഞാൻ ഇതിലേക്ക് പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റിയിരുന്ന അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. അതിൽ നിന്ന് ഞാൻ കുറച്ചൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അത് മാറ്റി വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഒന്നിച്ച് നിങ്ങൾ ഇട്ട് കൊടുത്താലും മതി. ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്കതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ഇതും ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു നോൺ സ്റ്റിക്ക് പാനിൽ വെച്ചിട്ട് പോളയാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്യാസിൽ നമ്മൾ യൂസ് ചെയ്യാത്തൊരു നോൺ സ്റ്റിക്ക് പാൻ ആദ്യം തന്നെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിലൊക്കെ തീ ഒരുപാട് കൂടി കഴിഞ്ഞാൽ പെട്ടെന്ന് അടി കരിഞ്ഞു പോകും. അപ്പോൾ തീ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇതേപോലത്തെ യൂസ് ചെയ്യാത്ത ഒരു നോൺ സ്റ്റിക്ക് പാനൊക്കെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മളിത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് പാകത്തിനുള്ള തീയെ എത്തത്തുള്ളൂ. അപ്പോൾ കുറച്ച് കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ വെക്കാം. നമ്മൾ സാധാരണ തരിപ്പോളയും ചട്ടിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്യാം. ഇതിലേക്ക് ഒരു അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലോ നെയ്യോ എന്ത് വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം. വളരെ കുറച്ച് മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് അടിയൊന്നും പിടിക്കാത്ത രീതിയിൽ വളരെ കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മുടെ പാന് ചൂടായിട്ട് വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന മിക്സ് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും ഫ്ലെയിമിനനുസരിച്ചിട്ട് കുറച്ചും കൂട്ടിയും വെക്കാം. നന്നായിട്ട് ലോ ഫ്ലെയിമിൽ നിൽക്കുന്ന ഗ്യാസൊക്കെ ആണെങ്കിൽ ഈ അടിയിൽ ഈ നോൺ സ്റ്റിക്ക് പാൻ വെച്ച് കൊടുക്കണ്ട, ഡയറക്റ്റായിട്ട് ഗ്യാസിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി. ഇനി ഈ പഴമൊക്കെ എല്ലാ സൈഡിലേക്കും ഒന്ന് ആക്കി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നതിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരി മാറ്റി വെച്ചിരുന്നല്ലോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. മുകൾ ഭാഗത്തൊന്ന് നന്നായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 25 മിനിറ്റ് വേവിച്ചെടുക്കാം. ഒരു 25 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് വെന്ത് വരും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 25 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ അത് ഫ്ലെയിം കുറച്ച് കൂടുതലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് വെന്തിട്ട് വരും കേട്ടോ. പക്ഷെ അങ്ങനെയാകുമ്പോൾ ചിലപ്പോൾ അടി കരിഞ്ഞു പോകും. അതുകൊണ്ട് ഫ്ലെയിം ഒന്ന് നോക്കിയിട്ട് വെക്കാം. ഒരു 25 മിനിറ്റ് ഇതേപോലെ ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും വെന്തിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ സൈഡ് മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ കൈകൊണ്ടൊന്നും ഇങ്ങനെ മെല്ലെ തൊട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും കേട്ടോ. ജസ്റ്റ് ഒന്ന് കുത്തി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ട് നമുക്കിത് വേറൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ചൂടോടെ കഴിക്കുന്നതാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാറിയാൽ മതി. ചൂടാറി കഴിഞ്ഞാൽ ഇതൊന്നും കൂടി ഒന്ന് താന്നിട്ട് കറക്റ്റ് പാകത്തിലായിട്ട് നിൽക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ട് സൈഡ് ഒന്ന് ഇളക്കിയിട്ട് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പഴംപോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ മലബാർ സൈഡിലൊക്കെ ഇത് എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് കേട്ടോ. നമ്മുടെ അവിടെയൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണും കൂടിയൊക്കെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. താങ്ക് യു.